അപ്പോൾ ഗൈസ് നമ്മൾ ഗെയിം പ്ലേ എത്തിയിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് എപ്പിസോഡാണ് ഗൈസ്. നമുക്കിപ്പോൾ ഒന്നും നോക്കണ്ട, നമുക്ക് ഒരു കളി കളിച്ച് നോക്കാം ഗൈസ്. നമുക്ക് ഷോമി വേണ്ട ഗൈസ്, എന്താ ഡ്യൂല് കളിക്കാനല്ല, ഡ്യൂല് കളിക്കാം. ഇതൊക്കെ ഡ്യൂൽ നിഞ്ച നമുക്ക് വേറെ ഒപ്പണ കിട്ടുക ഗൈസ്. ഇതെനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതൊന്നും ഫസ്റ്റ് എപ്പിസോഡിൽ. ഇങ്ങോട്ട് ആടെ ചാടി പോണത്, ഇവിടെ കിടന്നോ ഫസ്റ്റ് തന്നെ കളി തുടങ്ങിയില്ല, അപ്പം തന്നെ ചാടി പോവാൻ നോക്കുക കളിയാ. സോന് ബ്രിക്കിൻ്റെ ഉണ്ടവടിയിട്ട് വന്നിരിക്കുക ഷോർക്കാൻ വേണ്ടിയിട്ട്. കേട്ടോ വടി ഏതോ മരത്തിൽ പോയിട്ട് തൂക്കിട്ടാ ചെങ്ക. കല്യാണം കഴിച്ചിട്ടില്ല തോന്നുന്നു. നിഞ്ച എടാ ഇന്നെ തല്ലിടിച്ച് കണ്ടോ. ഞാനേ പാവല്ല വിചാരിക്കും മിൻ്റെ മണ്ടയിൽ വന്ന് കയറി പോടാ ചേടാ പോയി. അല്ല പിന്നെ നമ്മുടെ കളി റൗണ്ട് 2 ആക്കി കൊടുക്കുക. അല്ല പിന്നെ ഫൈറ്റാണ്ട് ചെയ്ത് കൊടുക്കുക. എടാ ഫസ്റ്റ് സ്ട്രൈക്കാ. നോ 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 എടാ ഇവനെന്താ മറിച്ചിടലിൽ കിങ്ങാ, മറിച്ചിടും രാജാവ്. എടാ മോനെ നീ മെസ്സി ഫാനല്ലേ? ശിവ മെസ്സി ഫാനാ. അവന് മെസ്സിൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ഇട്ട് വന്നു, പക്ഷേ പെണ്ണുങ്ങൾ അതിലായി പോയി. എന്താടാ ചവിട്ടല്ലേ? എടി 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 ഇവന്ന് നല്ല കാട്ടുണ്ട്. എൻ്റെ ലൈഫ് നോക്കേ. ഞാനങ്ങനെ കുറേ അടിച്ചിട്ട് കുറച്ച് ലൈഫ് പോയിട്ടുള്ളൂ. ഓന് 2 വെടി കൊണ്ട് ഇത്ര ആക്കി. എടാ മോനെ ഇത് കുറച്ച് കൂടുണ്ടല്ലോ, കുറച്ച് അടിച്ചാൽ മതിട്ടോ. എനിക്കൊടുക്കും പോകണമെന്നില്ലല്ലോ. സാവനെ എവിടൊക്കെ പോകണ്ടെന്നാണ് പറയണത്. എന്നാൽ ചത്തിട്ട് പോയിക്കോ. ഹേയ് നിഞ്ച. ഈ നിഞ്ചക്ക് അയ്യാണ്. ഞാൻ ജയിച്ചു ഗൈസ്, ഞാൻ ജയിച്ച്. പോടാ കേട്ടോളിയാ. ആ മുക്കാൻ വന്നിക്കാം. 240 ഉറുപ്പിക ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഡ്യൂല് കേട്ടിട്ടുണ്ട്. നമുക്കത് ഒരു മാഡ്മാൻ്റെ ഒപ്പം ഒരു കളിയും കളിച്ചേക്കാം. ഹേയ് മാഡ്മാൻ സുഖമല്ലേ? ഓക്കെ അവനക്ക് സുഖമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് മാഡ്മാൻ്റെ ഒപ്പം കളിക്കണം. മെഡിവൻ ഫസ്റ്റ് സ്ട്രൈക്കിന് നമ്മൾ ചായത്ത് കിട്ടി കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ത്രിബിൾ അല്ലാത്ത ഡബിൾ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്നാ കൊണ്ടേക്കോ. അവൻ നൂബാണ്. എടാ നൂബല്ല മാഡ്മാൻ. എൻ്റെ തലയിൽ മറ്റേ ഹാറ്റ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മറ്റേ ഹാറ്റ് വാങ്ങി തല വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. മറ്റേ ആഡ് കണ്ടാൽ ജംസ് കിട്ടുന്ന പുതിയ പോയി കണ്ട ഞങ്ങൾ 2 ആഡ് ചെയ്യുന്നുണ്ട്. 2 അല്ല 5 ഒരു 5 ആഡ് ഉണ്ട് ഗൈസ്. ഞങ്ങളുടെ 22 ജംസ് ആക്കിയിട്ടുണ്ടായിരുന്നു അന്ന്. എന്നിട്ട് അന്ന് തന്നെ ഇത് വാങ്ങി. ബൈ താഴ്ത്തി കിടന്നോ ബൈ. ഓക്കെ അവിടെ ഇവർക്ക് നാണല്ലേ കുപ്പയിടാതെ വന്നു. ഇവിടെ എൻ്റെ മേത്ത് വല്ല കറുത്ത കുപ്പയത്ത് ഇട്ടിട്ടാ ജഡ്ഡി കാണും. എടാ ഉന്തി ഇടല്ലടാ. എപ്പോഴും ഉന്തിട്ടാണ് അതിൻ്റെ ലൈഫ് പോണത്. അല്ല പിന്നെ ടൂർണമെൻറ്റിൽ നമ്മളോ കളി. മാഡ്മാനാ ഇജ് ഹാർഡാണ്, ഞാൻ ബ്രിട്ടൽ 230 ഉറുപ്പിക പ്രൈസ്. താനോസ് സ്ക്വിഡ് ഗെയിമിൽ താനോസിൻ്റെ നമ്പറാണത്. പ്രൈസ് 230. എടാ സർവൈവൽ ഇറങ്ങി. സർവൈവൽ എന്തായാലും ഇറങ്ങിയല്ലേ ഒരു കളി കളിക്കാം. ഇവിടെ മോനെ സർവൈവൽ ഇറങ്ങിട്ടോ. ആരാ ഫസ്റ്റ് നിഞ്ച ആരാണ്? ഇതിൽ 10 ആൾക്കാരെ തന്നുകൊണ്ട് 10 റൗണ്ട് വരും. 10 ആൾക്കാരെ കൊല്ലേ എന്ന് പറഞ്ഞിട്ട്. ഹലോ ഗൈസ്, ഇതിൽ നമ്മൾ ഒരു പ്രാവശ്യം കളിച്ച റൗണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വരിക, അടുത്ത പ്രാവശ്യം വരിക. ഇപ്പോൾ എൻ്റെ ലൈഫ് ഫുള്ള് പോയെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ ചാവും. എൻ്റെ ലൈഫ് പകുതി ആണെങ്കിൽ അടുത്ത പ്രാവശ്യം കുറച്ച് ലൈഫ് കൂടും. അങ്ങനെ കുറച്ച് ലൈഫ് കൂടുള്ളൂ ഗൈസ്. എന്തൊക്കെ അറിയാം, ഇത് ഞാൻ കുറേ കളിച്ചിട്ടുള്ള ഇതൊക്കെ ഞാൻ കിങ് ആയിരുന്നു ഗൈസ്. ഇതായിരുന്നു ഞാൻ 4 കൊല്ലം മുമ്പ് കളിച്ച കളി. എനിക്ക് 3 എത്ര വയസ്സുള്ളപ്പോൾ ഞാൻ കളിച്ചതായിരുന്നത്. എനിക്ക് 3 വയസ്സുള്ള 2020 മറഡോണ മരിക്കുമ്പോൾ. മോനെ കൊല്ലേ ഹലോ ഒറ്റയടിച്ചാൽ പോലെ ഗൈസ്. ഇവനൊക്കെ അറിയാം, എൻ്റെ വലിയൊരു മൂർച്ചയില്ലാത്തതാണ്. ഇവൻ എന്നോട് പറഞ്ഞത് ഗൈസ് ഒരു ദിവസം.
എൻ്റെ വെപ്പം മൂർച്ച ഇല്ല എന്ന് പറഞ്ഞു. ഇപ്രാവശ്യം ഞാൻ കുറച്ച് ഐഡിയ പറഞ്ഞെടുത്ത്. എടാ മോനെ, എടാ ഇവൻ്റെ മൂർച്ചം കൂട്ടി കൊടുത്ത് പിന്നെ കാട്ടില്ലേ. നമ്മൾ ഫ്രണ്ട്സ് അല്ല, മൂർച്ചം കൂട്ടി തന്നാള്. എടാ മൂർച്ചം പോയിട്ട് എനിക്ക് മൂത്രം പോലെന്നില്ല. പോടാ 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 പോടാ. മൂർച്ചം കൂടി തരണ ഉടമ കാട്ടുന്നോടാ നീ. അവിടെ എപ്പോഴും റൗണ്ട് 4 ആയിട്ടുള്ളൂ. എത്ര ആൾക്കാരൊക്കെ ഒന്ന് ഈ നിഞ്ചനക്കാർ ഗൈസ്. ഇതിൽ നമുക്ക് എടാ ചത്ത്. ഇവനക്ക് പണ്ടേ ദേഷ്യം. ഇവൻ പെട്ടെന്ന് പൊട്ടിക്കും. എനിക്ക് പണ്ടേക്ക് ഇവൻ ഇഷ്ടമല്ല. ഇവനെ പെട്ടെന്ന് പൊട്ടിക്കുമ്പോൾ ഓനെ തെറി വിളിക്കാൻ തോന്നും. അതാണ് എൻ്റെ സ്വഭാവം. ഒന്നും വിട്ടും തരില്ല. മനുഷ്യന്മാർക്ക് ദേഷ്യം പിടിക്കും. ഞാൻ ലോസായി ഇവൻ കാരണം. സർവൈവൽ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതിലെന്തോ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് വേണ്ട, ഇതിൽ എൻ്റെ 200-300 ഇതില്ല. ഓക്കെ, പുതിയ സാധനം എന്തെങ്കിലും വാങ്ങാൻ. ഇത് വാങ്ങിയേക്കാം. വാങ്ങാല്ലേ? വാങ്ങിക്കോ. വാങ്ങിയില്ല? എന്താ വാങ്ങാത്തത്? വാങ്ങിയില്ലേ? വാങ്ങിയിട്ടുണ്ട്. നമുക്കൊരു ഇതും കൂടി ഒന്ന് അപ്ഗ്രേഡ് വാങ്ങാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് വാങ്ങാൻ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് അത്ര പൈസ ഉണ്ടായില്ല. ഇതിൻ്റെ താഴെ ബ്രിക്ക് പിടിക്കണ വടിയുണ്ട്. എന്തെന്തായാലും ഒരു കളിക്കട്ടെ ഗൈസ്. ഇത് വെൽവെറ്റ്, ഇവൾക്ക് അറിയാം. വെൽവെറ്റിനൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുള്ള ഗൈസ്. ഞാൻ മൈക്കൊക്കെ വെച്ചുകൊണ്ട് കളിച്ചപ്പോൾ ഞാൻ വെൽവെറ്റിനെ കണ്ടിരുന്നു ഗൈസ്. പിന്നെ ഞാൻ രണ്ടാളും സെയിമായി ഗൈസ്. പിന്നെ ഞാൻ റാപ്പിഡ് റിയാക്ഷൻ ഗൈസ്. പിന്നെ ഞാൻ 2 മാസം കഴിഞ്ഞ് ഒരു 2 മാസം ഗൈസ്. ഞാനന്ന് യൂട്യൂബിൽ വീഡിയോട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഈ ഷാഡോ ഫൈറ്റിൽ ഹെർമിറ്റിനെ കാര്യം ഉണ്ടാവും. ഞാൻ ലിനക്സിനെ തോൽപ്പിച്ച്, പിന്നെ ഹെർമിറ്റിനെ തോൽപ്പിച്ച്, ബച്ചറിനെ തോൽപ്പിക്കാൻ വേണ്ടി ബച്ചറിൻ്റെ അടുത്ത് എത്തിയെന്ന് ഗൈസ്. അതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് സ്ക്രീൻ റെക്കോർഡ് ഉണ്ടായിട്ടില്ലായിരുന്നു. സ്ക്രീൻ റെക്കോർഡൊക്കെ ഡിലീറ്റ് ആക്കിയത് ഞാൻ മറന്നാണ്. ബച്ചറിൻ്റെ ഒപ്പം കളിക്കാൻ അത്യാവശ്യം പാടൊക്കെ ഉണ്ട് ഗൈസ്. ആ പാട്ടും ഇതൊക്കെ. ഹെർമിറ്റൊക്കെ നല്ല ഈസാണ്. പിന്നെ ഞാൻ നിഞ്ച സ്റ്റാർ കുനായൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. മാജിക്കൊക്കെ കിട്ടി എനിക്ക് ലെവൽ 18 ആയിട്ട്. അന്ന് ഞാൻ ഇതാക്കിയിട്ടില്ല ഗൈസ്. എന്താ ചെയ്യപ്പണ്ണുവേ ഗൈസ്. ലൈഫൊക്കെ ചത്ര നീ ചാവടേ ഗോ ടു ഡെത്ത്. റൗണ്ട് 2-ലാണ് നിൻ്റെ ഡെത്ത്. സമയം എത്ര? 12:50 ആയിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുന്നുണ്ടാവും ഇപ്പോൾ. വെൽവെറ്റ്, നീ വെൽവെറ്റ് അല്ലേ, പോക്കറ്റാ. ചത്തോ എടാ അവൾ കുനിഞ്ഞിളാരാ? മാസ്റ്ററോ? നമ്മളെ കണ്ടോ? ഞാനാ മാസ്റ്റർ കേട്ടോ. മാസ്റ്ററോളെ കളി. അവൾ ആരുടെ കളിക്കണം നമ്മളെ വിചാരം? മാസ്റ്ററിനോടോ? അല്ല പിന്നെ ഹേയ് പോക്കറ്റ് ഷവർമ, സുഖമാണേ? പോക്കറ്റ് ഷവർമയാണ് ഗേസ് ഇവൾ. ഇവൾ ഹാർഡ് പോലെ ബ്രെഡാവോ? ഞാൻ എക്സലൻ്റ് ആണ്. ഓളെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും സർവേയിൽ എടുത്താലോ? യെസ് ഗൈസ്, സർവേയിൽ എടുത്തിട്ടുണ്ട്. നമ്മളെ വേപ്പുള്ള ശക്തി ആർക്കും അറിയില്ല. നമ്മളങ്ങനെ നിൽക്കല് നിർത്താൻ നോക്കിയേ. തെറിച്ച് പോയിട്ടുണ്ടവൻ. പോയി ചാടാ നീക്ക കക്കൂസിലാ. ഞാൻ പെർഫെക്റ്റ് വാങ്ങാൻ പറ്റുമോ? പെർഫെക്റ്റ് യെസ് ഗൈസ്, പെർഫെക്റ്റ് കിട്ടിക്ക്. ഞാൻ പറഞ്ഞില്ലേ ഈ റൗണ്ട് ഞാൻ പെർഫെക്റ്റ് വാങ്ങും ഗൈസ്. നിങ്ങൾ കണ്ടോളി. പെർഫെക്റ്റ് വാങ്ങുകയാണെങ്കിൽ 10K ലൈക്ക് അടിക്കണം. ഇല്ല ഞാൻ പെർഫെക്റ്റ് വാങ്ങുകയാണെങ്കിൽ കണ്ടോളി നിങ്ങൾ ഗൈസ്. ഞാൻ ഇവനെ നിഞ്ചനെ ഞാനൊരു ലിങ്കാക്കും. ലിങ്ക് ഗൈസ്. ഇങ്ങോട്ട് ഞാൻ പെന്നിൻ്റെ ഉള്ളിൽ ലിങ്ക് ഇടും. എൻ്റെ പെന്നിൻ്റെ ലിങ്ക് കഴിഞ്ഞു ഗൈസ് സത്യത്തിൽ. യെസ് ഗൈസ്, 10K ലൈക്ക് അടിക്കണം. ഞാൻ പെർഫെക്റ്റ് ആയി. 10K ലൈക്ക് ഗൈസ്. നല്ല പോടാളിയാ ഇവനേതാ? ഇവൻ്റെ അടുത്ത് വലിയ വിശ്വാസമില്ല. എൻ്റെ അടുത്തൊക്കെ പെർഫെക്റ്റ് വാങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു ഗൈസ്. അതെന്തില്ല എൻ്റെ അടുത്ത് പെർഫെക്റ്റ് വാങ്ങില്ല ഗൈസ്. കാരണം ഇവൻ അങ്ങനത്തെ കൂടുതലാണ് ക്രൂലൻ.
ഇപ്പം നല്ല ക്രൂതല ചെയ്യും. ക്രൂതലേ അന്ന് ഗൈസ് ഇവിടെ എൻ്റെ വിചാരം ഉണ്ട് പോയി കിട്ടി. ഞാൻ എന്താ ചത്തില്ലേ നിഞ്ച. ഇവർക്ക് ഇങ്കാണ് ഗൈസ്. നിഞ്ച മീൻസ് ഇങ്കാണ്. ആ നിഞ്ചനെ എടുത്ത് നിങ്കാക്കി. നിങ്കല്ല സോറി ഇങ്ക്. ആ പെണ്ണിൻ്റെ കടിന്നല്ലേ വിളിക്കുന്നത്. ആ യെസ്, പെണ്ണിൻ്റെ കുറച്ച് ആൾക്കാർ വന്നിരുന്നു ഗൈസ്. എൻ്റെ പരീക്ഷ എഴുതാനേ പെണ്ണില്ല. എടാ ഇവൻ്റെ അടുത്ത് ഞാൻ ചാവും ഗൈസ്. കാരണം കഴിഞ്ഞ വർഷം പെണ്ണിൻ്റെ അടുത്ത് ഞാൻ ചത്ത്. എനിക്കൊരു ഇഷ്ടം തന്നെയല്ല. പണ്ടൊക്കെ കളിക്കുമ്പോഴേക്കും വെറുപ്പാണ്. അവിടെ കണ്ണു അങ്ങനെ വടി വാളും. ഇഷ്ടമല്ല അവൻ്റെ അടുത്ത് പെട്ടെന്ന് തോൽക്കും. പക്ഷെ ഇപ്രാവശ്യം ജയിച്ചു ഗൈസ്. എന്താ ചെയ്യുക? ഫൈറ്റ് round 2 fight. Come on Farruka. ബോഡി പെണ്ണുപിള്ളേ. ഞാൻ ചാവും തോന്നുന്നു ഗൈസ്. ഇപ്പോൾ നല്ല ഇതാണ്, എന്ത് ആഗ്രസീവാണ് ഗൈസ്. ഫാൻറ്റാസ്റ്റിക്. പെട്ടെന്ന് കൊല്ലുന്നെ കണ്ടില്ലേ? എടാ ഞാൻ അടിക്കട്ടെ. ചാടില്ല. എടാ ഞാനത്തെ നോക്കിയിരിക്കണേ. മാസ്റ്ററിനോടെ കളി പിള്ളേർ കളി. ആ ബെസ്റ്റ്. എടാ ഞാൻ അടിക്കണമെന്ന്. ഇത് ആരാണ് ഈ പൊട്ട ഗെയിം ഉണ്ടാക്കി? ഞാൻ അടിക്കുന്ന ഓണം ഏത് തട്ടില്ല. കൊന്നു ഒന്നാ സമാധാനമായില്ല നിങ്ങൾക്ക്? ഞാൻ അടിക്കുന്ന ഓളം ഏത് കൊള്ളുന്നില്ല. ഇത് ആരുണ്ടാക്കിയ ഗെയിമാ? ഇത് ആർക്കാണ് ഈ നിയമങ്ങളൊക്കെ? ഞാൻ അടിക്കുമ്പോൾ ഏത് തട്ടായിട്ട് ചത്തില്ലേ? യു ലൂസ്. പോടാ. ഒരു ആഡ് കണ്ടു ജയിപ്പിച്ചതാണ്. അല്ല പിന്നെ ഇതാരാ കോള്? എളിമ പാപ്പയോ? ഓക്കെ സാരമില്ല. ഏതൊരു കോള് വന്നിട്ടുണ്ട്. നമുക്ക് പെണ്ണ് വേണം ചോദിക്കാനാണ്. പെണ്ണിൻ്റെ മഷി കഴിഞ്ഞല്ലോ. ഞാൻ നിഞ്ചാസിനൊക്കെ ഇങ്കാക്കി എടുത്തിട്ടുണ്ട്. ഇത് നോർമലാണല്ലോ. ഞാനുണ്ടോ ഗൈസ്? നമുക്കൊരു ടൂർണമെൻറ്റ് കളിക്കാം അല്ലേ? വന്നോ. വൾച്ചർ സീമൻ ബളിയിടും. വൾച്ചർ നമുക്ക് ഒക്കാണ്. ജുഡ്സു കൈസൻ്റെ ജിജോ ആരാണ്? ഇഗോ പിന്നെ മറന്നു. ജുഡ്സു കൈസൻ ഇങ്ങനെയില്ലേ? ഓൻ്റെ മാതിരി കൈമ ട്രാക്ടർ കടിച്ചിരുന്നു. ഓനക്കായിട്ട് പവർ കിട്ടും. ജിജോ ആണല്ലേ ഗൈസ്? ഇല്ല ഞാൻ മറന്നു ഗൈസ്. ഞാൻ ജുഡ്സു കൈസൻ കാണുമ്പോൾ ഇജിയാണോ? അല്ല ഗൈസ്, എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ജുഡ്സു കൈസൻ കാണില്ല. 8 എപ്പിസോഡ് എന്തായാലും കണ്ടിട്ടുണ്ടാവും. യെസ് ഗൈസ്, വൾച്ചറിനെ ആദ്യമായിട്ട് ഞാൻ കൊല്ലുകയാണ്. 4 പോയാ. ഇവിടെ വൾച്ചറിനെ കാണാൻ നാംഗ്യുയി മാരിയുണ്ട്. സീസൺ 3 നാംഗ്യുയി ഡ്രഗ്സ് ഒക്കെ അടിച്ച് കിടക്കൂലേ അതേമാതിരി. എടാ ബ്രോ കട്ടെടുത്ത് ബ്രോ, പ്ലീസ് ബ്രോ, ലെറ്റ് മീ വെറുതെ വിടാ. ലെറ്റ് മീ വെറുതെ വിടുക വൾച്ചർ. അവർക്കൊക്കെ മലയാളത്തിലുള്ള ഒരു നല്ല പേരെടുത്തൂടെ? ഇതൊക്കെ ഏത് കൺട്രി പോയി ഉണ്ടാക്കണടാ ഈ ഗെയിമൊക്കെ? എടാ നാംഗുയി ഈ കാട്ടല്ലേ? എടാ ഞാത്ത ഒരു കോമഡിക്കും വേണ്ടി കാട്ടിക്കൊണ്ടിരിക്കണല്ലോ ഇപ്പോൾ ഇതൊക്കെ. എടാ എന്ത് നിയമങ്ങളാ? ഞാൻ അടിക്കണ പോലും വെച്ച് തട്ടാത്ത. ഞാൻ കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഓരിഞ്ച് പോയി തരുന്നിട്ട് ഓൻ്റെ ലൈഫിൻ്റെ വ്യത്യാസം നോക്കിയേ. എത്രയാണിത്? 13 മിനിറ്റായി ഞാൻ കളിച്ചാൽ തുടങ്ങിയിട്ടിപ്പോൾ. അയ്യോ ചാടാ അതൊക്കെ വേറെ നിയമങ്ങളാണ്. ഞാൻ അവനെ കൊന്നപ്പോൾ അവർക്ക് സങ്കടമായിട്ടുണ്ടാവും. ആ ഗെയിം ഉണ്ടാക്കിയ ആൾക്കാർക്ക്. വേറെ ഉടായിപ്പാണ് അല്ലേ? ഇത് ഹാർഡ്. ഇതിപ്പോൾ കളിക്കണ്ട. ഇത് ഭയങ്കര ഹാർഡാണ് ടൂർണമെൻറ്റ്. പോക്കറ്റിൽ എന്തോ ഉണ്ട്. ഇയാളെ പോക്കറ്റിൽ എന്താണ്? ഇതെന്താ? നമുക്ക് ഇതെന്താണ്? 20 വട്ടം മേക്ക് ഹിറ്റും അങ്ങനെ അല്ലെങ്കിൽ വേണ്ട ഗൈസ്. നമുക്ക് നമ്മളെ ഹെൽത്ത് ലെവൽ കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ഹെൽത്ത് ഫുള്ള് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹെൽത്തൊക്കെ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ആഡ് കണ്ടാൽ ഹെൽത്ത് കൂട്ടാൻ പറ്റും. ഓക്കെ ഞാൻ ആഡ് കണ്ടിട്ടുണ്ട് ഗൈസ്. യെസ്, നമുക്ക് ഒരു സർവൈവലും കൂടി കളിച്ചാലോ? വേണോ? കളിക്കണോ? ഏനോ യെസ് നോ കളിച്ചേക്കാം. നട്ടിരുന്നത്
എടാ ഇവനെ 1-3 ഫസ്റ്റ് സ്ട്രൈക്ക് തന്നെ ഓൻ കൊണ്ടുപോയി. എടാ ഇവനൊക്കെ എന്തിനാണ് വരുന്നത്? ഇവനൊക്കെ ദേഷ്യം. ഫസ്റ്റ് റൗണ്ടിന് അവനെ കിട്ടി. ഇവൻ്റെ ലൈഫ് എൻ്റെ ലൈഫ് ഫുള്ള് പടപടാന്ന് വെച്ച് കഴിക്കും. കണ്ട ഇവനൊക്കെ ലാസ്റ്റ് കിട്ടുമ്പോഴെങ്കിലും ലാസ്റ്റ് തവണത്തിനുള്ള പൈസ ഒന്നും കിട്ടും. എൻ്റെ ലൈഫ് ഇപ്പോൾ പകുതിയായിട്ടുണ്ടാവും രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകുമ്പോൾ തന്നെ. അതാണ് ഇത് ഡിലീറ്റ് ആക്കിയ പ്രശ്നമായി പോയത്. ഫസ്റ്റിൻ്റെ അടുത്ത് മറ്റേ ഇതൊക്കെ ഉണ്ടായിരുന്നു, വലിയ വാള ഒക്കെ പോയിപ്പോൾ. ഇതൊക്കെ ദേഷ്യം പിടിക്കുന്നു, ദേഷ്യം. ഈ കളി ഇവിടെ തന്നെ കേൾക്കണം. ആരുണ്ടാക്കിയ കളിയത്? എന്ത് നിയമങ്ങളാ അതിലൊക്കെ? ആര് പറഞ്ഞതാ അതൊക്കെ? നമ്മുടെ കളി ഒരു ഹെഡ് ഹിറ്റാണ് കൊടുത്തിട്ടുണ്ട്. ഏട്ടാ ഇവന് ഹെഡ് ഹിറ്റ് എടുത്തോ? ശിവൻ മേത്തോ റിവഞ്ചാണ്. അടുത്ത മാസം GC കളിക്കാരനായിരിക്കും. അയ്യോ ഒന്നുമില്ല. ഓ മോൻ ഇറ്റ്സ് ക്ലോസ്. 3ാമത്തെ റൗണ്ട്, 4ാമത്തെ റൗണ്ട്, 5ാമത്തെ റൗണ്ട്, 6ാമത്തെ റൗണ്ട്. ഈ റൗണ്ടിൽ 6 കളികളുണ്ടാവും. അതിൽ 6 ദിവസം 6 കളികളാണ്. അതിൽ ഞാനിപ്പോൾ ഇന്നിപ്പോൾ പൊട്ടിക്കും. ക്രിട്ടിക്കൽ ഹിറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ ലൈഫ് ഫുള്ള് പോകേണ്ടതാണ്. ചാവുക, താങ്കൾ ചാവുക, താങ്കൾ ചാവുക, പോയി കിടക്കുക, താഴ്ത്ത് കിടക്കുക, അവിടെ കിടക്കുക. കാരണം ഞാൻ കിടക്കുന്നു തോന്നുന്നു. ഇങ്ങനെയാണെങ്കിൽ താങ്കൾ കിടന്നില്ലേ? സന്തോഷമായില്ലേ? നിങ്ങൾ താങ്കൾ അതേ മരത്തിന് അവിടെ കിടന്നുകൊണ്ട് തന്നെ ഇരിക്കണം. ആടാ എൻ്റെ ലൈഫൊക്കെ ആടാ ഇവൻ്റെ അടുത്ത് ഞാൻ പൊട്ടും. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് ദേഷ്യം പിടിക്കും എൻ്റെ ഇപ്പോൾ കളിക്കും. ഏതാ മോയ ഹൈറ്റ് ചാടല്ലേ? കിട്ടുന്ന സമയമൊക്കെ മൊത്തം ഈ ചെങ്ങായി ചാടാൻ നോക്കാം. നമ്മളെ സ്ഥലത്ത് വന്നിട്ട് ഇന്നെ കാട്ടണം, ഇൻ്റെ സ്ഥലത്ത് നിന്നെ കാട്ടണോടാ. ആറാ അങ്ങനെയുള്ളത് നമ്മൾക്ക് കാണിച്ചു കൊടുക്കണല്ലോ. കൊണ്ട് ഇൻ്റെ സ്ഥലത്ത് വന്നോണ്ട് ഇന്നെ കാട്ട്. അങ്ങനത്തെ തിരിച്ചൊന്നും അല്ലാണ്ട് കാട്ടിക്കോ, കാട്ടറ. ഇനി നമ്മളെ ഷാഡോ നോക്കിക്കണേ. ഞാനാണ് ഷാഡോ. കൊട്ടറ ഇവനത്ത് നോക്കിക്കണേ. ഞാൻ ചത്താ. ഈ കളി ഞാൻ ജയിക്കും. 6 കളികൾ മാക്സിമം ജയിക്കണം. ഞാൻ ജയിച്ച ഇത് എത്രാമത്തെ റൗണ്ടാ? റൗണ്ട് 5 ആണല്ലോ. അവിടെ ഇത് ഞാൻ പൊട്ടു തോന്നുന്നു. ഇവനൊക്കെ പണ്ടേ പേടി. അവിടെ 2 ആളും ഒരു ഇതിൽ. അവിടെ ഇതിന് നമുക്ക് വലിയ വലിയ വെപ്പൺസ് വേണം. അത് ചെറിയ വെപ്പൺസ് കിട്ടിയ കാര്യമില്ല. എടാ മോനെ ഇത് എക്സസൈസും ചെയ്യില്ല. ഓൻ്റെ കൈ നല്ല മസിലാ. നമുക്ക് പിന്നെ തീരും മസിലും ഷാഡോ. ചത്താ. അവിടെ എൻ്റെ ലൈഫും ഓൻ്റെ ലൈഫും വ്യത്യാസം നോക്കേ. ഓൻ ഇപ്പം രണ്ടാൾക്കും സെയിം ആവും തോന്നുന്നു. അല്ല ഓൻ രണ്ടാൾക്കും സെയിം ആകുമ്പോൾ കുറക്കും ഗൈസ്. ആഗ്രസീവ് ഞാൻ ജയിച്ചു. 6ാമത്തെ കളി തോൽക്കണം. ഇതാണ് ആഗ്രസീവ് ഗൈസ്. റൗണ്ട് 6 ഗൈസ്. ഇതൊരു 6ാമത്തെ കളി. ഇവരാൻ പൊട്ടും. ഇവനെ തോൽപ്പിക്കും. ഇവനറിയാം. എടാ മോനെ പെർഫെക്റ്റ് വാങ്ങരുത്. നമുക്ക് എന്തായാലും ഞാൻ പറഞ്ഞില്ല അവനെ തോൽപ്പിക്കും അറിയാം. ഇവർക്കല്ല ആരോഗ്യം ഗൈസ്. കളിച്ചു മതിപ്പോ. ആഗ്രസീവ് സ്റ്റൈൽ 9 ഉറുപ്പിക കിട്ടും. നമ്മളെ പയ്യൻ ഇച്ചിരി സീനാട്ടോ. ആഗ്രസീവ് അതിന് മറ്റേ സാധനം എടുക്കണ്ടേ? യെസ് ഗേൾസ് നമുക്കുണ്ടല്ലോ ഈ ലെവല്. വേറെ ഏതെങ്കിലും ലെവല് കംപ്ലീറ്റ് ആക്കാൻ പറ്റി നോക്കിയാലോ. ഇത് പറ്റൂല. ഇത് വേണ്ട വേറെ പറ്റുമോ? ഇത് പറ്റൂല. ഇതിപ്പം ക്രേസി. ആഗ്രസീവ് കഴിഞ്ഞാൽ ക്രേസിയാണ്. ഇതല്ല. ഇത് വേണ്ട. ഇത് ചെയ്തല്ലോ ഗൈസ്. മൈറ്റി കിക്സ്. ഓക്കെ. മോഡ് എക്സ്പെക്റ്റ് സർവൈവൽ അല്ലാത്ത വേറെ ഗെയിമിലാ. ഇത് പിരാന്ത് പിടിക്കും. ഇത് ചെയ്യണോ? ഇത് വേണ്ട ഗൈസ്. ഇത് കെയർഫുള്ളാണ്. മൈറ്റി കിക്സ് തന്നെ ചെയ്യല്ലേ? ഓക്കെ ഗൈസ്. അപ്പോൾ പോയിക്കോ മൈറ്റി കിക്സ്. അപ്പോൾ നമുക്കൊരു ടൂർണമെൻറ്റ് വേണം ഗൈസ്. നമുക്ക് അയണിൻ്റെ ഒപ്പം കളിക്കാൻ കിട്ടുമോ നോക്കാം. അയൺ യെസ്. ഞാൻ പറഞ്ഞില്ല ഗൈസ്. അയണിൻ്റെ ഒപ്പം തന്നെ കളിക്കണം. ഇവൻ്റെ ഒപ്പമാണ് ഞാൻ മൈറ്റി കിക്സ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഇതിൽ നമ്മൾ ഓൻ്റെ ഫോൺ ചാവാൻ പോകുമ്പോൾ നമ്മൾ ഒറ്റൊരു വട്ടെങ്കിലും ഓനെ കൈയേറ്റ് കാട്ടുകയാണെങ്കിൽ നമ്മളെന്താവും.
ആ ചലഞ്ച് പോകും. അപ്പം കൈയിട്ട് കാട്ടാൻ പാടില്ല. അറിയാതെ ബോൾ തട്ടിയാൽ പോലും ഇതാവും. ഞാൻ കൈയിട്ട് കാട്ടുന്നില്ല, കാലായിട്ട് കാട്ടിക്കോളാം. മൈറ്റി കിക്സ് മാസ്റ്ററാണ് ഞാൻ. എന്താ മെസ്സേജാ? ഇഗ്നൂ സ്റ്റുഡൻറ്റ് എന്നാണോ മെസ്സേജ്? ഞാൻ ഫുള്ള് വായിച്ചില്ല. മെസ്സേജ് കുറേ സമയം നിൽക്കണ്ടേ മെസ്സേജ് വായിക്കാൻ പോകാൻ പറ്റാതെ. എൻ്റെ കമ്പ്യൂട്ടർക്കും ഫോണിനും എല്ലാത്തിനും മെസ്സേജ് ചെയ്യാം. അത് ശരിക്കും കളിക്കാൻ പോകാൻ പറ്റുന്നില്ലേ? എടാ മോനെ കോട്ടറോ കോട്ടറോ കോട്ടറോ, നമുക്ക് നല്ല കോട്ടടാ കോട്ടറോ മോനെ. നീ നോക്കിക്കുന്ന അവിടെ എനിക്ക് കൊടുത്തോണി. എൻ്റെ ലൈഫും ഓൻ്റെ ലൈഫും നോക്കേ. ആരാ വിന്നർ ഇപ്പം മുന്നിൽ? കാലായിട്ട് കാട്ടിയുള്ള പവർ അതാണ്. ചാവാൻ പോയിക്കണ്ട്. എടാ മോനെ ഇജ്ജും കാലായിട്ട് കാട്ടിക്കോ, എനിക്ക് നല്ല എനർജി കിട്ടും. പിന്നെ ഇതേറ്റ് ആക്കുമ്പോൾ വലിയ ചാവാൻ പോയിക്കണ്. എനിക്ക് വലിയ ഡാമേജ് വരാൻ പോണില്ല. ഞാൻ വലിയ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ്. ഞാൻ അടുത്ത എപ്പിസോഡ് ഇടുമ്പോൾ ലിനക്സിൻ്റെ ഒപ്പം കളിക്കും. ലിനക്സ് അല്ല, ഇമ്പോസിബിൾ അല്ലേ? നമുക്ക് ഇപ്രാവശ്യം അങ്ങനെ തോൽപ്പിക്കേ. ജസ്റ്റ് മൈറ്റി കിക്സ്. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ലാമിനിയമാളുടെ എന്താണ് 1-9 ഞാൻ ലാമിനിയമാളുടെ സെലിബ്രേഷൻ ഇട്ടെ. സിഞ്ഞ് നമുക്ക് എത്ര വേണം മൈറ്റി കിക്സ് നമ്മൾ ചെയ്താണ്. ഞങ്ങൾ എത്ര ആണെങ്കിലും എന്ത് ചെയ്യാം, ഈ വടിയെത്തി അടിവാളെത്തി നമുക്ക് ചുറ്റി കയറ്റി ഇതാക്കാം. നമ്മൾക്ക് വലിയ വാളമാണല്ലോ ഉള്ളത്. പൂടാ ശിവൻ പെണ്ണുങ്ങളെ ഡ്രസ് ഇട്ട് വന്നിങ്ങനെ. പിന്നെ സംശയം ഇനി അഥവാ എന്തായാലും പെണ്ണാണോ? മോനെ അഗ്രസീവ് എന്നെ കുന്നാ. അയ്യോ ഞാൻ ഇപ്പം കാലിട്ടെങ്കിലും കാട്ടിനേതല്ല. ഫസ്റ്റ് റൗണ്ട് എനിക്ക് ഓർമ്മ ഉണ്ടാവും. ഞാൻ കാലായിട്ട് കാട്ടിയിട്ട് ഞാൻ ജയിച്ചു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം ഉണ്ടല്ലോ മോനെ, ഇപ്രാവശ്യം എനിക്ക് അറിയില്ല. അങ്ങനെ ആരാണ് മറിഞ്ഞ ഞാൻ ഇപ്പം ഇവിടെ ബെഡിക്ക് ചാടി മറിയും. അല്ല പിന്നെ കളി നടക്കട്ടെ. അങ്ങനെ തന്നെ ഫുട്ബോൾ കളി കാണാൻ വഴിയുണ്ട് ഇപ്പോൾ. എടാ പിന്നെ കാട്ടണ. പക്ഷെ ഇക്കെന്താ എൻ്റെ ലൈഫൊക്കെ തീരെ പോണില്ല. അപ്പോൾ പോയി ജസ്റ്റ്